ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര പേർക്ക് മറുപടി അറിയില്ല. ദേവസ്വം ബോർഡുകളിൽ ഓഡിറ്റിംഗ് നടന്നിട്ട് കാലം എത്രയായി? ദേവസ്വം ബോർഡുകളിൽ ഓഡിറ്റിംഗ് നടന്നിട്ട് കാലം എത്രയായി? അവിടെ ഗവൺമെന്റ് നടത്തുന്ന ഓഡിറ്റിംഗ് നടന്നിട്ട് കാലം കുറയായി. പോട്ടെ, ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് കൂടി വേണ്ടേ? കാരണം സൊസൈറ്റിയുടെ പണമാണല്ലോ അവിടത്തേക്കുള്ളത്. ചിന്തിക്കുക. സോഷ്യൽ ഓഡിറ്റിംഗ് നടത്താൻ വയ്യാത്ത അവസ്ഥയാണ്. ഈ വരുന്ന യാത്രയിൽ അനുഭവം ഉണ്ടായി, തമാശ പറയല്ല. സോഷ്യൽ ഓഡിറ്റിംഗ് ഒരു ദൃഷ്ടാന്തം പറഞ്ഞുതരാം. ഞങ്ങൾ വരുന്ന വഴിക്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം വഴിക്കാ വന്നേ. അവിടുത്തെ ഭഗവാന്റെ ആറാട്ടുകുളം, അവിടുത്തെ പാത്രങ്ങൾ കഴുകുന്ന, ഭഗവാന് നേദിക്കുന്ന പാത്രങ്ങൾ കഴുകുന്ന കുളം, ആയിരക്കണക്കിന് മത്സ്യങ്ങൾ ചത്തുപൊന്തി ദുർഗന്ധദുഷ്ടമായിരിക്കുന്ന അവസ്ഥയിലാണ്. അവിടുത്തെ ജീവനക്കാരോട് നമ്മളെ കൂട്ടത്തിലെ 2-3 സന്യാസി ശ്രേഷ്ഠന്മാർ ചോദിച്ചു. അവരുടെ മറുപടി വളരെ ധാർഷ്ട്യം കലർന്നതായിരുന്നു. പിന്നെ യാത്രയ്ക്കൊരു മുടക്കോ തടസ്സോ വേണ്ട. കാരണം ഒരു ക്രിമിനൽ കേസ് ഒന്നും ഉണ്ടായിട്ട് യാത്ര മുടങ്ങിപ്പോകരുത് എന്നുള്ളൊരു സങ്കല്പം ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ കയ്യിലിരിപ്പൊന്നും പുറത്തേക്ക് എടുത്തില്ല. സത്യമാണ് പറയുന്നത്. ഇപ്പൊ സോഷ്യൽ ഓഡിറ്റിംഗ് ഇല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമുക്ക് നിസ്സാര ലാഘവ ബുദ്ധിയാണ്. ചെമ്പ് സ്വർണമായി, സ്വർണം ചെമ്പായി എന്ന് കേട്ടാൽ നമ്മളിരുന്ന് ചിരിക്കും. പക്ഷെ അടങ്ങിയത് എന്ത്? ശബരിമല നമ്മള് ചെമ്പിനെ സ്വർണമാക്കാൻ പഠിച്ചു, സ്വർണത്തെ ചെമ്പാക്കാൻ പഠിച്ചു. ആൽക്കമിയിൽ ഇത്ര വിജയം വരിച്ച ലോക രാജ്യങ്ങളൊന്നുമില്ല. എന്തുകൊണ്ട്? അതുകൊണ്ട് പറയുകയാണ്, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വർത്തമാനകാല യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി അതിൽ നിന്ന് കരുത്താർജിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അതിനനുസൃതമായ ഏകതാബോധം നമ്മൾ പ്രവർത്തിക്കുന്ന സംഘടനകളിലൂടെ നൽകാൻ സാധിക്കുമോ? ചോദ്യമാണ്. ഉത്തരം പ്രതീക്ഷിക്കുന്നില്ല. ആ ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് നിങ്ങൾ ഏത് സംഘടനയെ പ്രതിദാനം ചെയ്യുന്നുവോ അതിലൂടെ പ്രവർത്തിപ്പിക്കുക. ഇത് മാത്രമേ പറയാനുള്ളൂ.